നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേയേറെ സഞ്ചാരികളും സന്ദർശകരും അവർ വന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ താണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെയും കച്ചവടമുണ്ട്. ഇവിടെ കച്ചവടത്തിനൊന്നും ഒരു കുറവുമില്ല. ടാക്സി ഉണ്ട്. ഈ മരങ്ങൾ, ഇതേപോലെ മരങ്ങളെ ഫോർട്ട് കൊച്ചിയുടെയൊക്കെ ഒരു ഐശ്വര്യം പോലെ കേട്ടോ, ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി പോലെയാണ് ഈ മരങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫോർട്ട് കഫേ എന്ന് പറയുന്നൊരു ചെറിയൊരു ടീ പാർലർ ഇവിടെ കാണാം. സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഒരു ബദാം മരത്തിൻ്റെ കുറേ ബദാം മരമുണ്ട് കേട്ടോ, കുറേയേറെ മരമുണ്ട്. നല്ല പച്ചപ്പുണ്ട് കണ്ടില്ലേ. വെയിലൊക്കെ വന്ന് അടിക്കുമ്പോഴേക്കും നല്ലൊരു ഗ്രീനിഷായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചൂടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ട്. ഫോറിനേഴ്സിനെ കാണാം, അതേപോലെ വിനോദസഞ്ചാരികൾ, ഫാമിലി എല്ലാവരെയും കാണാം. 2 സൈക്കിൾ ഇവിടെ ഉണ്ട്. ഈ സൈക്കിൾ കൊള്ളാമല്ലേ, അടിപൊളി സൈക്കിൾ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോയി നോക്കാം. ഇതുവഴിയായിരിക്കും പോകേണ്ടത്. ഇതായി നോക്കിയാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവിടുത്തെ ടോയ്ലറ്റാണ് സംഭവം. കടൽ കയറിയിട്ടേ തിരയൊക്കെ അടിച്ച് നാശമായി പോയി കേട്ടോ. ഇതുവഴിയൊക്കെ ആൾക്കാരങ്ങനെ കയറുന്നത്. ഇത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്, പക്ഷേ അത് അങ്ങോട്ട് ആൾ കയറാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. കണ്ടോ ഇതിൻ്റെ നാശമായി കിടക്കുന്നത്, ഇന്ന് റെഡിയാക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ആണല്ലോ, എന്താണെന്നില്ല. ഇത് ലൈറ്റ് ഹൗസ് ലോഞ്ച്. ഇവിടെ ലൈറ്റ് ഹൗസ് കാണുക കേട്ടോ. ലൈറ്റ് ഹൗസിൻ്റെ സംഭവം എന്തോ ഉണ്ട്. ഇതോ നേവിയുടെ ഒരു കപ്പൽ ഇതോ പോകുന്നു. ഒരു സംഭവം ഞാൻ പറയാം, അതായത് ഇവിടെ പല സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഒക്കെ അവിടെ എന്താണ് അവിടെ പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കാൻ ഒരാളെ കിട്ടത്തില്ല. അത് മുന്നിൽ കാണുന്ന ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളോട് ചോദിച്ചാലും അവർ മലയാളികളല്ല, അതർ സ്റ്റേറ്റുകാരാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ പുരാതന, അതാണ്ട് എവിടെ ഒരാളൊരു പോച്ചയൊക്കെ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളോട് ഞാൻ ചോദിക്കുമായിരുന്നു ഇത് ഈ ഒരു ബിൽഡിംഗ് ഇത് എന്താ സംഭവം എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ മലയാളിയല്ല. ഇതിൻ്റെ മേലോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ എത്തി. അടിപൊളി കാഴ്ചയായി. നമ്മൾ അത്രത്തോളം കാഴ്ചകളെ കവർ ചെയ്താണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ആ ഒരു വൈറ്റ് ബിൽഡിംഗ് ഇവിടെ ഇവിടെ കാണാം. അയ്യോ, ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഇതാണ്ടോ പ്രാവുകളിങ്ങനെ ഒരു കയ്യിലെന്തോ കടല മറ്റെന്തോ കൊടുത്തു. കടലയാണ് കേട്ടോ. ഒരുപാട് പ്രാവുകളുണ്ട്. ഇതിനതൊരു കൗതുകം. ആ കയ്യിൽ വന്നിരിക്കുന്ന നോക്കിയേ. ഡച്ച് സെമിത്തേരി റോഡ് ഇങ്ങോട്ടായിരിക്കും. ഡച്ച് സെമിത്തേരി. ഫോറിനേഴ്സിനെ കാണാം ഇവിടെ. ഇതായിരുന്നു ഡച്ച് പ്രോപ്പർട്ടി ഓഫ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ. ഡച്ച് സെമിത്തേരി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളക്കാരുടെ പോലുള്ളൊരു കൺസെപ്റ്റ് അല്ലെന്ന് തോന്നി ഈ ഫോറിനേഴ്സിന്. നമുക്ക് ഈ ഒരു സെമിത്തേരി കാണുന്ന സമയത്ത് വേറൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെയൊക്കെ അടുത്തുള്ള പള്ളികളുടെയൊക്കെ സെമിത്തേരി നമുക്കറിയാം. ഇതിപ്പോൾ ഒരു ചരിത്രപരമായിട്ട് ഡച്ചുകാരുടെ ഒരു സെമിത്തേരി ആണ്. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളൊരു സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ശ്മശാന മൂകത എന്ന് പറയുന്ന കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേസമയം നമുക്ക് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ലോകസഞ്ചാരികളുടെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത്
ഫോറിൻ കൺട്രീസിലൊക്കെയുള്ള സെമിത്തേരികൾ ഏറ്റവും മനോഹരമാക്കി ഏറ്റവും നല്ലൊരു എന്താണ് അവിടെ ചെന്നിരിക്കാൻ തോന്നിക്കുന്ന രീതിയിൽ ഇത്രമാത്രം മനോഹരമായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇടങ്ങളാണ്. ഇത്രമാത്രം അട്രാക്റ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുക്കിയിടുന്ന സെമിത്തേരികളൊക്കെയാണ്. അപ്പോൾ അത് അവർക്ക് അവിടെ വന്ന് എന്താണ് എൻജോയ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടൊക്കെ ആയിരിക്കാം അവിടെയുള്ള ജനങ്ങൾക്ക്. അത് ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കണ്ട ഫോറിനേഴ്സില്ലേ, അവർ വന്ന ഉടനെ അകത്തോട്ട് നോക്കിയിട്ട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി, ചിരിച്ചു. അപ്പം പരിഹസിച്ച് ചിരിച്ചാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പോൾ എങ്കിലും അവർ സെമിത്തേരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോടുള്ള അവരുടെ ഒരു എന്താണ് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ പറയാനേ അറിയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നിന്ന് വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥയാണ് സെമിത്തേരികളെ അവർ പരിപാലിക്കുന്നതും കാണുന്നതും പിന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ ബോറടിക്കും, അതുകൊണ്ട് പറഞ്ഞതല്ല. ഇതിപ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ വന്നു കേട്ടോ, നമുക്ക് അങ്ങോട്ടൊരു വഴി ഇറങ്ങുന്നു. അതുവഴിയൊക്കെ ബസ് റൂട്ടുണ്ട്. അത് ഏത് റൂട്ടാണ്, ഞാൻ വന്ന റൂട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഹോട്ടലാണോ? മലബാർ ഹോട്ടൽ. ഇതെവിടെ? നമ്മുടെ ഈ വാസ്കോഡ ഗാമ ചർച്ച ഏതാ? അവിടെ അതില് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ കാണാൻ പറ്റും? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ കാണാൻ പറ്റും? മ്യൂസിയം ഉണ്ട്. മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോകണം, കുറച്ച് പോകണം. ഇതല്ലേ നമ്മുടെ വേളി ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഇത് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ട് അല്ലേ? ആ, ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് അല്ലേ? അങ്ങ് പോകണമല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ എന്തോ സ്കൂൾ ഗെയിംസ് നടക്കുന്നുണ്ടല്ലേ? നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേ നല്ല അടിപൊളി സ്ഥലം ഇതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഇവിടെ വന്നിരിക്കുമോ? ഇടയ്ക്ക് വരും. വീട് എവിടാ? എന്താ സാറിൻ്റെ പേരെന്താണ്? ആ ഹാ, ഓക്കെ. മഴ പെയ്താൽ എന്ത് പറ്റും? ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ പോകും ഒറ്റ ചാർജിൽ? ഇത് 4 മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ 27 മണിക്കൂർ ഓടിക്കും. ആണോ? ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം മുമ്പൊക്കെ ഗാലറി ഉണ്ടായിരുന്നു. ഓ ആ, ഇല്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്തത്. അത് ശരി. ആ, എവിടെ വീട്? എവിടെ? നമുക്കത് കാണാൻ പറ്റൂ എപ്പോഴെങ്കിലും? കാണാൻ പറ്റും. ഒരുപാട് കളക്ഷൻ ഉണ്ടോ വരച്ച്? കളക്ഷനായിട്ട് ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കൊണ്ടുപോയി. അത് എങ്കിലും നമുക്ക് കാണാൻ പറ്റൂ? കാണാൻ ഇപ്പോൾ ഓൾറെഡി ഒന്നുമില്ല, വേറൊരു സ്ഥലത്താണ് ഇരിക്കണത്. ആണോ? ഞങ്ങളൊരു എക്സിബിഷൻ വെച്ചിട്ടേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവന്നിട്ടില്ല, വേറെ സ്ഥലത്ത് ഇരിക്കണേ. അപ്പോൾ ആ പുള്ളിക്കാർ ഇവിടെ ഇല്ല. അല്ല, എപ്പോഴെങ്കിലും അത് കൈ കിട്ടുമെന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ലൈവ് ആർട്ടൊക്കെ ചെയ്യുന്നത്. ആണോ? ഓക്കെ. സാർ നമ്പർ ഒന്ന് തരാം? ആ, തരാം. ഇപ്പോൾ കണ്ട ആ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അത് ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റാണ്. പുള്ളിയെ സൂചിപ്പിച്ചിരുന്നു. ഒരു 38-40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ആർട്ടിസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. മുൻപ് ഇതുപോലെ കുറച്ച് ആർട്ട് ഗ്യാലറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിൽക്കാലങ്ങളിൽ അതൊക്കെ പോയി ഇപ്പം ഒരു ഫ്രീലാൻസ് പോലെ ഇപ്പം അങ്ങനെ ഒരു ആർട്ട് വർക്ക് വീട്ടിൽ നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി കുറേ കളക്ഷൻ പുള്ളിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ഇടയ്ക്ക് ഇവിടെ ഒരു എക്സിബിഷൻ മറ്റോ നടന്ന സമയത്ത് വേറെ ഏതൊരു സ്ഥലത്താണ് ആ പുള്ളിയുടെ വർക്കുകളൊക്കെ ആ ഭാഗത്തായി പോയി, തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതുമായി ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് കിട്ടുന്ന അനുസരിച്ച് പിന്നീട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു വീഡിയോയും ആ ഒരു ആർട്ട് വർക്കെല്ലാം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുള്ളിയോട് ചോദിച്ചു, അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും
നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ പത്തനംതിട്ടയുമായി മത്സരിക്കുന്നു. കണ്ണൂർ വയനാടുമായി മത്സരിക്കുന്നു. ഒരു സെക്കൻഡ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് എറണാകുളം, കോട്ടയം പാലക്കാട്, മലപ്പുറം പത്തനംതിട്ട, തൃശ്ശൂർ കണ്ണൂർ ടീമുകൾ തമ്മിലാണ് മത്സരം. ലില്ല എന്നാണ് എഴുതിയത്. ആർട്ട്, ഫുഡ്, കോഫി, ബേക്കറി. അതെന്തോ എഴുതിക്കുന്നത് പെർഫോമൻസ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളിപ്പം ബാസ്റ്റ്യൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുക. നമ്മളേതൊരു വിദേശ രാജ്യത്ത് ചെന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. കാര്യം വിദേശ വാസ്തു വിദ്യയാണല്ലോ ഈ ഇവിടുത്തെ ബിൽഡിങ്ങിനെല്ലാം. ഇതാ വാസ്കോഡഗാമ ചർച്ച് ഇതാണെന്ന് തോന്നുന്നു. വാസ്കോഡഗാമ ചർച്ച് അവിടെ അപ്പുറത്ത് ഓപ്പണാണ്. ഇത് ഈ ഗേറ്റ് അടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കയറാം. വാസ്കോഡഗാമ ചർച്ചിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഇവിടുത്തെ ഒരു സ്തൂപം ഇത് കൊള്ളാം കേട്ടോ. അതിൻ്റെ മുകളിലൊരു എബ്ലം പോലെ കാണുന്നു. ഓക്കെ, ശരി. ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതേപോലെ മറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്കകത്തേക്ക് വീഡിയോ ചിത്രീകരിക്കാൻ അവരെ അനുവദിക്കത്തില്ല. ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതിന് ഫോട്ടോ എടുത്തിട്ട് പുറത്തുള്ള ഈ സംഭവങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോയിലൂടെ നമുക്കത് അകത്തുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. 1503 കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടുകൂടി ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയായ അൽഫോൺസോ ഡി അൽബുർക്ക് കൊച്ചിയിൽ ഒരു കോട്ട നിർമ്മിക്കുകയും അതിനുള്ളിലായി വിശുദ്ധ ബർത്തലോമി നാമത്തിൽ ഒരു ആരാധനാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞ വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. 14 വർഷങ്ങൾക്ക് ശേഷം 1538 ഗാമയുടെ പുത്രൻ പെഡ്രോ ഡി ഡിൽബ ഡ ഗാമ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലെ അലൻഡി ജോയിലെ വിഡിഗുരയിലേക്ക് കൊണ്ടുപോയി. പള്ളിയുടെ ഉൾവശം വർണ്ണാഭമായി അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മുകളിലായി മണിമേടയുണ്ട്. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന പള്ളി പോർച്ചുഗീസ് ശില്പമാതൃകയുടെ മകുട ഉദാഹരണമാണ്. കമാനാകൃതിയിലുള്ള വാതിലിലൂടെയാണ് പള്ളിയിൽ കടക്കുന്നത്. പള്ളിക്കുള്ളിൽ ഇരുവശത്തായി പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിലുള്ള ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെക്കുവശത്തെ ഭിത്തിയിൽ പോർച്ചുഗീസുകാരുടെയും എതിർവശത്ത് ഡച്ചുകാരുടെയും ഫലകങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഡച്ച് ഭരണാധികാരികൾ പള്ളിയിൽ ചില ഘടനാപരമായ മാറ്റങ്ങളും പേരുമാറ്റവും അതോടൊപ്പം വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് 1819 മുതൽ 1846 വരെ ഇത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നവീകൃത പള്ളിയായി അറിയപ്പെട്ടു. ഔദ്യോഗികമായി ഇതിനെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1886 മുതൽ 1887 വരെയുള്ള ബ്രിട്ടീഷുകാരുടെ കാതലായ പുതുക്കിപ്പണികളും പുനരുദ്ധാരണത്തിനും ശേഷമാണ്. 1923 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. ജില്ലാ പൈതൃക മ്യൂസിയം എറണാകുളം, കേരള സർക്കാർ പുരാവസ്തു വകുപ്പ്, ബാസ്റ്റ്യൻ ബംഗ്ലാവ്. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ഉച്ചഭക്ഷണ ഇടവേള 1 മണി മുതൽ 2 മണി വരെ. ഇതിനകത്തൂടെ കയറി നോക്കാം. കേരള ആർക്കിയോളജി പുരാതന കേരളത്തിലെ ജീവിത രീതികളെയും വൈദേശികരുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങളെ പറ്റിയുമെല്ലാം വിവരിക്കുന്ന രേഖാചിത്രങ്ങളും പുരാതന ഭൂമിശാസ്ത്ര ഭൂപടങ്ങളും ഇവിടെ കാണാം. പുരാതന ഗ്രീക്കുകാർ, ലാറ്റിൻ, ഫിനീഷ്യർ, ബാബിലോണിയ, അറബികൾ, ചൈനക്കാർ, ഈജിപ്തുകാർ, റോമക്കാർ, അസീറിയക്കാർ
എന്നിവരുമായിട്ടുള്ള കടൽ വഴിയുള്ള വ്യാപാര ബന്ധങ്ങളെയൊക്കെ അറിയാൻ ഇവിടെ സാധിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലം, കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പൂ, ജാതി തുടങ്ങിയവയായിരുന്നു വ്യാപാര വസ്തു. പുരാതന കേരളത്തിലെ സസ്യചാരങ്ങളെയും കൃഷിരീതികളെയും ജീവിത വസ്ത്രധാരണ രീതികൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടേ നമ്മളിവിടെ വന്നതാണത്. മറ്റേ ആ പള്ളിയുടെ നമ്മളകത്ത് കയറി പള്ളിയല്ലേ, പേരെന്താണ്, വാസ്കോഡഗാമ പള്ളിയുടെ ബാക്ക് സൈഡ്. നമ്മളിതുവഴിയാണ് അങ്ങോട്ട് കയറിപ്പോയതായിട്ട്, ഇതുവഴിയാണ് അവിടെ എത്തിയതാണ്. ഈ സ്ട്രീറ്റിലോട്ട് പോകും. എന്താണ് ഇതിൻ്റെ പേര്? കെയ്റോ സ്ട്രീറ്റ്. താജ് ഹാൻഡിക്രാഫ്റ്റ്. ഇതൊരു ഹോസ്റ്റൽ, യോഗ ആൻഡ് കഫേ. നമ്മുടെ ഈ ഇന്ത്യയൊക്കെ വിട്ട് വേറെ ഏതോ ഒരു നാട്ടിൽ എത്തിയൊരു ഫീല്. പഴയ ഒരു ബിൽഡിങ്, ചില ഡാമേജുകൾ ചില ബിൽഡിങ്സിനൊക്കെ വന്നത്. പോലെ ആ ബിൽഡിങ് സംഭവം പൊളിയാണ്. വിൽക്കാൻ നോക്കിയ പോലെ ഒരു കാർ. ആ മരം കണ്ടോ, പീറ്റർ സെല്ലി സ്ട്രീറ്റ്. അങ്ങോട്ട്